എൻ്റെ പേരാണ് ബൈക്ക് മോനും. ഞാൻ അടിച്ചു മാറ്റും ബൈക്ക്. അപ്പോൾ ഗൈസ് ഞാനിവിടെ ബൈക്കൊക്കെ അടിച്ചു മാറ്റും. ഞാൻ ഇപ്പോൾ ഒരു ചുരുങ്ങൻ ചോക്കുന്നുണ്ട്. ഞാൻ ഈ ബൈക്ക് ഒരു താറൊക്കെ കാണിച്ചു ഗൈസ്. ഈ ബൈക്കൊക്കെ മോഷ്ടിക്കണം. ഇപ്പോൾ അതെ താറ് ഇവിടെ ഉണ്ട്. ഞാൻ ഈ പോയാണ്ട് എൻ്റെ ബൈക്ക് എടുത്തിട്ടില്ല. മോഡിഫൈഡ് താറാണ് ഗൈസ്, മോഡിഫൈഡാണ്. കുറേ പൈസ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ താറൊന്ന് പോയി എടുത്തിട്ട് വരാം ഗൈസ്. താറല്ല, ബൈക്ക് പോയി ഒന്ന് എടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴേ ഈ ബൈക്കൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട് ഗൈസ്. ബൈക്കൊക്കെ എപ്പോഴും മോഷ്ടിച്ച് അവിടെ കൊണ്ട് വെച്ച് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയതാണ്. ഇതൊക്കെ ഒന്ന് കയറ്റാണ്. എൻ്റെ ഫ്രണ്ടിന് ഇതൊക്കെ കൊടുത്തിട്ട് കയറ്റാൻ വന്നതാണ്. ഈ ബൈക്ക് ഞാൻ എൻ്റെ അകത്ത് കയറ്റി താറിഞ്ഞ് അവനെ കൊണ്ടേ കൊടുക്കട്ടെ. അവൻ്റെ വീട് ഇവിടെ അടുത്താണ്, അപ്പം കൊടുക്കാനും സുഖമാണ്. അതുകൊണ്ട് ഞാൻ ഈ പോയൊന്ന് കൊടുക്കട്ടെ. ഇതെന്താ കേസ് ഇവിടെ ഒരു ആക്സിഡൻറ്റ് എന്താണോ എന്തോ. ഞാൻ ചോദിച്ചോക്കട്ടെ. ചേട്ടാ എന്താ അവിടെ പ്രശ്നം എന്ന് പറ. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പം നേരെ കയറ്റി റോങ് വേലി കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പറഞ്ഞാണ് ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. അതെന്ത് തേങ്ങാക്കൊല്ലെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് സൈഡ് എടുത്ത് പോവാം ഗൈസ്. സത്യത്തിൽ എന്താന്ന് വെച്ചാൽ വെള്ള വണ്ടിക്കാരൻ റോങ് വേ എടുത്ത് പോയി. അപ്പോൾ പച്ച വണ്ടിക്കാരൻ നേരെ ഫ്രണ്ടിലോട്ട് കയറി. അപ്പോൾ ഇയാൾ കൊണ്ടയിടിച്ച്. ഒരു മിനിറ്റ് ഗൈസ്, നമുക്ക് വഴി തെറ്റിയെന്നോ എനിക്ക് തോന്നുന്നേ. വഴി തെറ്റിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് കാർ എടുത്ത് കൊടുത്താണ്ട് നേരെ ഇപ്പോൾ പോണ വഴിയാണിത്. അങ്ങോട്ട് ഇപ്പോൾ എത്തും. അതെ എത്തി ഗൈസ്. ഇതേ എത്ര കാറുകളുണ്ട് നോക്ക്. ഞാൻ എൻ്റെ ചുരുങ്ങോ അപ്പോൾ എപ്പോഴും തുപ്പിക്കളഞ്ഞു കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ വണ്ടി വീഴൂ ഇല്ല. നമുക്ക് ഞാൻ മോഷ്ടിച്ച വണ്ടിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഇവിടെ പേരറിയില്ല, അല്ല സ്പ്ലെൻഡർ പേരോർമ്മല്ലേ. വണ്ടി ഇഷ്ടം യമഹ, പിന്നെ ഒരു ബുള്ളറ്റ്, ബുഗാട്ടി, ബ്ലാക്ക് ബുള്ളറ്റ് പേരോർമ്മയില്ല. വേറെ ഒരു ഡ്യൂക്ക്, വേറെ ഏതൊരു ഡ്യൂക്കാണ്. പിന്നൊരു ഏതാണ് യമഹ. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കവിടെ വെറുതെ ഇരിക്കാം, ആരെങ്കിലും വരും വരെ. അതാരാ വരുന്നേ? അവിടെ ഒരു ചേട്ടൻ വരുന്നുണ്ട്. എന്താ ചേട്ടന് വേണ്ടത്? ഏതാ വേണ്ടത്? ഏതാ പറ. ഞാൻ എൻ്റെ ഹെൽമെറ്റ് ഊരി ഞാൻ ആരാന്ന് കാണിക്കാം. ഈ ഹെൽമെറ്റ് ഒന്ന് ഞാൻ ഊരട്ടെ. ഏതാ ചേട്ടാ വേണ്ടത്? എനിക്ക് ആ ബുള്ളറ്റ്. ഏത് ബുള്ളറ്റാ ചേട്ടന് വേണ്ടത്? ഏത് ബുള്ളറ്റാ? ഇവിടുത്തെ ആണോ അതോ അപ്പുറത്തെ സൈഡത്തെ ആണോ? എവിടുത്തെ എടുത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബുള്ളറ്റിന് 2 ലക്ഷമാണ്. ഓക്കെ, ഡിസ്കൗണ്ട് ഇട്ട് ഞാൻ 1,50,000 തരാം. ഓക്കെ, തരാന്നല്ല ഇങ്ങോട്ട് തരണം. 2 ലക്ഷോ? ഡിസ്കൗണ്ട് ഇട്ടാലും കുഴപ്പമില്ല. 1,50,000 അല്ലേ? ഞാൻ EMI ആയിട്ട് അയച്ചാ മതിയോ? ഇപ്പൊ എൻ്റെ കയ്യിൽ 1 ലക്ഷം ഉള്ളൂ. പിന്നെ 50,000 എനിക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാണ്ട്. അപ്പോ ഇപ്പൊ എനിക്ക് 50,000 തരാനേ പറ്റുള്ളൂ. ബാക്കി ഞാൻ ഒരു 5 മണിക്കൂറിനുള്ളിൽ തരാം. ഓക്കെ ചേട്ടാ, എന്നാ ചാവി പൈസ ആപ്പിൾ പേ ചെയ്താൽ മതി കേട്ടോ എനിക്ക്. അപ്പോൾ ശരി ചേട്ടാ, എടുത്തോണ്ട് പോയിക്കോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ചേട്ടൻ ബൈക്ക് എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ഇത് 2 ആൾക്കാർ വന്ന്. എന്താ ചേച്ചി വേണ്ടത്? 2 ചേച്ചി ഉണ്ട്. അപ്പോൾ ചേച്ചി എനിക്ക് യമഹ മതി. ഇത് യമഹ വേണ്ടത്? ഈ യമഹ ഒറ്റൊന്നാണോ 2 ആൾക്കും വേണ്ടത് അതോ പലതോ? പലത്. അപ്പോൾ 2 എടുക്കണോണ്ട് ഒന്നിന് 1 ലക്ഷം,
മറ്റൊന്നിനും 2 ലക്ഷമാണ്. ഒന്നിനും 1 ലക്ഷം, മറ്റൊന്നിനും സെയിം 2 ലക്ഷം തന്നെ. അപ്പോൾ 4 ലക്ഷമോ? 4 ലക്ഷം വേണ്ട, നിങ്ങൾ എനിക്ക് 3 ലക്ഷം തന്നാൽ മതി. എന്നെ വിളിക്കണ്ടേ, ഞാനതേ പോയി നോക്കട്ടെ. ഓക്കെ. അപ്പോൾ 3 ലക്ഷം ഗൂഗിൾ പേ ആപ്പിൾ പേ, ഗൂഗിൾ പ്ലേ ഓർ ആപ്പിൾ പ്ലേ എന്നല്ല, പേ എന്നല്ല. ഇപ്പോൾ നിങ്ങൾ തരേണ്ടി വരും. നിങ്ങൾ വണ്ടി എടുത്ത് പോയിക്കോ. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. ഏതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്തോണ്ട് ഞങ്ങൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ അവർ പോയിണ്. ഇപ്പോൾ എന്നെ എന്തിനും ഒരു പിന്നെയും വിളിക്കുന്നു. ഓക്കെ ഗൈസ്, ഇപ്പോൾ അവർ പോയി. പിന്നെ ഒരു പേ ചെയ്തതാണ്, 3 ലക്ഷം പേ ചെയ്തത്. 3 ലക്ഷമല്ല, 2,50,000. ബാക്കി ഒരു പിന്നെ അടച്ചോണ്ട് പറഞ്ഞാണ് എന്നോട്. ഇനി അടുത്ത ആൾ വരും വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നടത്താനിരിക്കുക. നമ്മളിപ്പോൾ എന്താ ചെയ്യുക ഗൈസ്? വെറുതെ അവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഒരിലും വിന്നുണ്ടോ നോക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇത് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ബൈക്കൊക്കെ കൊടുത്തു, ബൈക്കും കാറും എല്ലാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ എല്ലാ പൈസയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടോട്ടൽ ഇപ്പോഴത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ താറ് ഞാനേ എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചത് സോമൻ. അപ്പോൾ ഗൈസ് എല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ എത്ര 150 140 ലക്ഷം കിട്ടിയത്. എൻ്റെ 140 അല്ലേ? ഞാൻ നോക്കട്ടെ, ഓർത്തോക്കട്ടെ. ഞാൻ ഇവിടെ എഴുതി വെച്ചോ, നോക്കട്ടെ. 140 ലക്ഷമാണ് കേസ്. അപ്പോൾ ഇത്രയും പൈസ കൊണ്ട് ഒരു ഹെലികോപ്റ്റർ വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ. ഒന്നുമില്ല കേട്ടോ, വെറുതെ